ഒരു ഇൻഡസ്ട്രിയൽ കെമിസ്ട്രിയിൽ തുടങ്ങി ടെക്സ്റ്റൈൽ കെമിസ്ട്രിയിലേക്ക് എത്തി ഇന്ന് ഹെൽത്ത് ടെക്നോളജിയിലേക്കാണ് എത്തി നിൽക്കുന്ന ഒരു പ്രൊഫൈലാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ പഠിച്ചത് ടെക്സ്റ്റൈൽ കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ അതിൽ പോളിമർ കെമിസ്ട്രീനെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ടെക്നോളജി, അതായത് DTU എന്ന് പറയുന്ന ഡെൻമാർക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലെ പല വിശേഷങ്ങളും നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫിറോസ് ഏട്ടനാണ് അത്. സോ ഫിറോസ് ഏട്ടൻ്റെ ഈ പ്രൊഫൈലിലാണ് ഇപ്പോൾ പറഞ്ഞത് കെമിസ്ട്രിയിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ഹെൽത്ത് ടെക്നോളജിയിലാണ് എത്തി നിൽക്കുന്നത്. എല്ലാ ആളുകളും പറയുന്ന ഒരു കൺസേൺ, കുട്ടികളുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എഴുതുമ്പോൾ ഒരു ബന്ധമുണ്ടാവണം, അതില്ലെങ്കിൽ ഓഫർ ലെറ്റർ കിട്ടില്ലല്ലോ എന്നിങ്ങനെ ഒരുപാട് പേടികളാണ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു പ്രൊഫൈലിൽ നിന്ന് കെമിസ്ട്രിയിലേക്ക് തുടങ്ങി ഹെൽത്ത് ടെക്നോളജി, നാനോ ടെക്നോളജി, ഇപ്പോൾ അത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് ടെക്നോളജി എന്നാണ് പേര് പറയുന്നത്, ഇതിലേക്ക് എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇതൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ വന്നതും, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പെർട്ടിക്കുലർ കോഴ്സ് എടുത്താൽ അതിൽ മാത്രമായിട്ട് സാധ്യതകളുള്ളൂ എന്ന ഈ ഒരു കാഴ്ചപ്പാടിനെ ഫിറോസ് ചേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ചത്, ഞാൻ പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ കെമിസ്ട്രിയാണ് ഞാൻ പഠിച്ചത്. ഈ കെമിസ്ട്രി പഠിച്ചു കഴിഞ്ഞ് നമുക്ക് ഇതിന് കെമിസ്ട്രിയിൽ മാത്രമല്ല, നമുക്ക് ഇതിനെ ഒരുപാട് അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഈ കെമിസ്ട്രിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ശേഷം ഞാൻ ടെക്സ്റ്റൈൽ കെമിസ്ട്രി പഠിച്ചു. ഈ ടെക്സ്റ്റൈൽ കെമിസ്ട്രി പഠിച്ചപ്പോഴും അതിൽ നമുക്ക് ഒരുപാട് സാധ്യതകൾ, നമുക്ക് ഒരുപാട് പോളിമേഴ്സിനെ കുറിച്ച് പഠിക്കാൻ പറ്റി. ഈ ഓപ്പർച്യൂണിറ്റി, അതായത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെങ്ങനെയാണ് നമ്മുടെ നോളേജിനെ നമ്മൾ ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡിലോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക, അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ടാണ് ഇപ്പോൾ ഉള്ള എല്ലാ കോഴ്സുകളും, അതായത് ഈവൻ യൂറോപ്പിലായാലും US എല്ലാ കോഴ്സുകളും അങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബേസിക് കോഴ്സുകളല്ല, നമുക്കത് എങ്ങനെയാണ് ഇതിനെ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സുമായിട്ട് എങ്ങനെയാണ് കെമിസ്ട്രിയെ ബയോളജിയായിട്ട് ബന്ധപ്പെടുത്തുക, പ്യുവർ സയൻസ് ആയിട്ട് നിർത്തരുത്. അതെ, ഇപ്പോൾ കെമിസ്ട്രി നമുക്ക് എല്ലാവർക്കും അറിയുന്നത് മോളിക്യൂൾസ്, നമുക്ക് ന്യൂ മെറ്റീരിയൽ, അതായത് ന്യൂ ഡ്രഗ്സ് ഉണ്ടാക്കാം. പക്ഷേ ഇതല്ലാതെ നമുക്ക് ഒരുപാട് കെമിസ്ട്രി, കെമിക്കൽ ഇൻഡസ്ട്രിയിൽ നമുക്കിത് യൂസ് ചെയ്യാം. പക്ഷേ ഇതല്ലാതെ നമുക്കിതിനെ വേറെ പല തലങ്ങളിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് നമുക്ക് കെമിസ്ട്രി നോളേജ് വെച്ച് നമുക്കിത് താങ്കളുടെ ഫിറോസേട്ടൻ്റെ ഒരു കെമിസ്റ്റ് എന്നുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഹെൽത്ത് ടെക്നോളജിയിലെ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഒന്ന് പറയാമോ? ഇപ്പോൾ ഞാൻ പഠിച്ചത് ടെക്സ്റ്റൈൽ കെമിസ്ട്രി ആയിരുന്നു. അപ്പോൾ അതിൽ പോളിമർ കെമിസ്ട്രീനെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പോളിമർ കെമിസ്ട്രിയിൽ നമുക്കിതിനെ ടിഷ്യൂ എഞ്ചിനീയറിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ പോളിമേഴ്സ്, ഇപ്പോൾ നാച്ചുറൽ പോളിമേഴ്സോ അല്ലെങ്കിൽ സിന്തറ്റിക് പോളിമേഴ്സോ, ഇതിനെ നമുക്കൊരു ഹൈഡ്രജൽസോ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രധാനമായിട്ടുള്ള ഇൻഡസ്ട്രി, ഇവരുടെയൊക്കെ അപ്ലിക്കേഷൻ തലത്തിൽ അല്ലെങ്കിൽ ജോബ് ഓറിയൻറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഈ കെമിസ്ട്രികൾ, അല്ലെങ്കിൽ ഫാർമ പഠിച്ച കുട്ടികൾ, അല്ലെങ്കിൽ പ്ലാന്റ് ബയോളജി പഠിച്ച ആൾക്കാർ, ബയോ ഇൻഫർമാറ്റിക്സ്, ഇവരെല്ലാവരും എത്തിപ്പെടുന്നത് ഫാർമ ഇൻഡസ്ട്രിയിൽ തന്നെയാണോ, അതോ മറ്റു പല മേഖലകളും നമുക്ക് സ്കോപ്പ് ഉണ്ടോ? ഇപ്പോൾ നമുക്ക് കെമിസ്ട്രി പഠിച്ചുകൊണ്ട് ഗുണമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് കെമിസ്ട്രി കോറായിട്ട് ഇപ്പോഴും ഉണ്ട് പല ഇൻഡസ്ട്രിയിൽ. ഇപ്പോൾ ഒരു കാറ്റലിസ്റ്റ് മേഖലയിലൊക്കെ ഇവിടെ ഹാൾഡർ ടോപ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട്, അവർ കാറ്റലിസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവർ പ്യുവർ കെമിസ്ട്രിയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ കെമിസ്ട്രി മാത്രമല്ല, എങ്ങനെയാണ് പറയുകയെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച ഈ നോളേജുകൾ ഇപ്പോൾ ഫാർമ ഇൻഡസ്ട്രി അല്ലാതെ മറ്റേതെങ്കിലും ഇൻഡസ്ട്രികൾ ഇതിന് ആപ്ലിക്കേഷനായിട്ട് വരുന്നുണ്ടോ? ഹെൽത്ത് കെയർ അല്ലാതെ ഇപ്പോൾ ലെഗോ ഒരു പോളിമർ കമ്പനി, ലെഗോ ഇതിൻ്റെ ബ്രിക്സ് എല്ലാം ഉണ്ടാക്കുന്നത്. സോ അവർ യൂസ് ചെയ്യുന്നത് പോളിമേഴ്സാണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഇതുപോലുള്ള പോളിമർ കെമിസ്ട്രി നോളേജ് വേണം. അവർക്ക് കെമിസ്ട്രി നോളേജ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇതുപോലുള്ള പോളിമേഴ്സ് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫിറോസ് ഏട്ടാ, നമ്മൾ നാട്ടിൽ നിന്ന് കുട്ടികൾ വിളിക്കുമ്പോൾ ഒരുപാട് കോളുകൾ വരാറുണ്ട്, പാരൻസിൻ്റെയും കുട്ടികളുടെയൊക്കെ പല കോഴ്സുകൾ. ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, പറയുമ്പോൾ ബോട്ടണിയോ സുവോളജിയോ പ്യുവർ സയൻസ് എടുത്തതിന് ശേഷം ഇവർക്ക് വേണ്ടൊരു ജോലി സാധ്യത കണ്ടെത്താൻ പറ്റാതെ IT-യിലേക്ക് തിരിയുന്നത്. അപ്പോൾ ഞാൻ അവരടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, പല മേഖലകളുണ്ട് പുറം രാജ്യങ്ങളിൽ, നിങ്ങളത് എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറയാറുണ്ട്. ഇപ്പോൾ ഒരു കെമിസ്റ്റായിട്ട് തുടങ്ങി ഇപ്പോൾ ഹെൽത്ത് ടെക്നോളജിയിലേക്ക് എത്തി നിൽക്കുന്ന വ്യക്തിയാണ് ഫിറോസ് ഏട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡെസ്പറേറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറെ കോഴ്സ് കണ്ടെത്താൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരു ഇൻസ്പിറേഷനായിട്ട് എന്താണ് അവരുടെ അടുത്ത് എങ്ങനെ മൂവ് ചെയ്യണം എന്നാണ് ഫിറോസ് ഏട്ടൻ്റെ ഒരു തോന്നുന്നത് വരുന്നത്? ഇപ്പോൾ പൊതുവേ നമ്മൾ
കെമിസ്ട്രി അല്ലെങ്കിൽ ബേസിക് സയൻസ് പഠിച്ച പിള്ളേർ എല്ലായ്പ്പോഴും നമുക്ക് ചിന്തിക്കേണ്ടത് അതിൻ്റെ ബേസിക്സ് മാത്രമല്ല, ഇതിനൊരുപാട് അപ്ലിക്കേഷൻ തലങ്ങളുണ്ട്. പൊതുവെ നമ്മൾ ഇതുപോലുള്ള അപ്ലിക്കേഷൻ തലങ്ങളിലോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് വാസ്റ്റ് ഏരിയ നമുക്കിതിന് വേണ്ടിയിട്ട് കിട്ടും. ഞാൻ കെമിസ്ട്രി പഠിച്ച് ഞാൻ കുറച്ചും കൂടെ ഹിസ്റ്ററിയെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് പഠിച്ച നോളജ് നമുക്ക് വേറെ ഏതെങ്കിലും തലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ കെമിസ്ട്രീനെ ഇപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ഈ കെമിസ്ട്രി നോളേജിനെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നോളജ്, ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും നമ്മൾ പഠിച്ച നോളേജിനെ നമ്മൾ ഏത് അപ്ലിക്കേഷനിലോട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മൾ ഏതൊരു കോഴ്സിൻ്റെയും ഏത് പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെയും ബേസിക് ആയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ തലം കണ്ടെത്തി ആ ആപ്ലിക്കേഷൻ തലം വരുന്ന ഇൻഡസ്ട്രി അത് ഏത് രാജ്യത്താണ് പ്രോമിനൻ്റ് ആയിട്ടുള്ളത് അവിടെ നമ്മൾ പഠിക്കണം എന്നുള്ളതായിരുന്നു ചുരുക്കം. ഇപ്പോൾ പൊതുവേ നമ്മൾ എല്ലാവരും ഒരു കോഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിർബന്ധം കൊണ്ട് മാത്രമല്ലല്ലോ, അവർക്ക് എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ആ കോഴ്സിൽ. ഇപ്പോൾ കെമിസ്ട്രി എടുക്കുകയാണെങ്കിൽ അപ്പോൾ ആ കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ആ ഫിസിക്സിലോ ഏത് ഏരിയയിലാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, അതിനുശേഷം ആ ഏരിയയിൽ എന്തൊക്കെ അപ്ലിക്കേഷൻ ലെവലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് ഏത് രാജ്യത്താണോ ഏത് രാജ്യത്താണ് അതിനുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റികളിൽ ആ രാജ്യം ചൂസ് ചെയ്ത് ആ രാജ്യത്തോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇതിൻ്റേതായ ഒരുപാട് അപ്ലിക്കേഷൻ തലങ്ങൾ കാണാൻ പറ്റും. നമുക്ക് പഠിച്ച എല്ലാ ബേസിക് നോളജുകളും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒരു രാജ്യത്തെ GDPയും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടേഴ്സും അവിടുത്തെ ഷോർട്ടേജ് സ്കില്ലും ഇത് എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ രക്ഷിതാക്കളോടും നമ്മൾ പറയുന്നൊരു അഡ്വൈസാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ തലം അഥവാ അതിൻ്റെ മറ്റൊരു ഡയമെൻഷനാണ് ഇപ്പോൾ ഫിറോസേട്ടൻ ഇവിടെ പറയുന്നത്. അതായത് എല്ലാ പ്യുവർ സയൻസിനും ഒരു അപ്ലിക്കേഷൻ തലം, അതിൻ്റെ ഒരു കമേഴ്ഷ്യൽ വശമുണ്ടായിരിക്കും. ആ കമേഴ്ഷ്യൽ വശമാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതെങ്കിൽ പിന്നെ PR-ഉം സ്റ്റേ ബാക്കും ഇതൊന്നും കൺസേൺ ആവില്ല. കാരണം ആ രാജ്യം തന്നെ നമ്മളെ ഇൻവൈറ്റ് ചെയ്യും എന്നതാണ് ചുരുക്കി പറഞ്ഞത്, അല്ലേ? പിന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ആലോചിക്കേണ്ടത്, നമ്മളെപ്പോഴും നമ്മുടെ ഒരു രാജ്യം എന്നുള്ള ഇതിലല്ലാതെ നമ്മുടെ നോളേജ്, നമ്മുടെ സ്കിൽസാണ് എപ്പോഴും വളർത്തേണ്ടത്. അങ്ങനെ നമ്മുടെ സ്കിൽസ് വളർത്തുമ്പോൾ ഇപ്പോൾ ആ രാജ്യത്ത് തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. നമുക്ക് നമ്മൾ അവിടുന്ന് ഉണ്ടാക്കിയ സ്കിൽസും നോളേജും നമുക്ക് എവിടെയാണോ ഓപ്പർച്യൂണിറ്റികളുള്ളത്, അതായത് നമുക്ക് ഇപ്പോൾ ഡെൻമാർക്കിൽ വന്നുകൊണ്ട് ഡെൻമാർക്കിൽ നമ്മൾ ഉണ്ടാക്കിയ സ്കിൽസ് നമുക്ക് വേറെ പല രാജ്യങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്പർച്യൂണിറ്റികൾ, നമ്മുടെ സ്കിൽസ് നമുക്ക് എവിടെയാണോ ബെറ്റർ ഓപ്പർച്യൂണിറ്റികളുള്ള അങ്ങോട്ട് മൂവ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ഒരുപാട് ഡിഫറൻസ്. അത് ഓക്കെ, ഇത് ഒരു വലിയ ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം ഇത്തരം ചരിത്രങ്ങളെല്ലാം തന്നെ ഒരുപാട് കുട്ടികൾക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിന് നമ്മളോടൊപ്പം ഇന്ന് ചേർന്ന ഫിറോസേട്ടന് താങ്ക് യു സോ മച്ച്. താങ്ക് യു.